ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസനും കനത്ത തിരിച്ചടി. തനിക്കെതിരെയുള്ള ഹൈക്കോടതി പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇടപെടലുണ്ടായിരിക്കുന്നത്. ഈ ഹർജി സുപ്രീം കോടതി തള്ളി. ദേവസ്വം ബോർഡ് അംഗമെന്ന നിലയിൽ ശങ്കരദാസനും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചിന്റെ കൃത്യമായ നിരീക്ഷണം. ജാമ്യം ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാനും കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങൾ എസ് നന്ദഗോപൻ നൽകും. നന്ദൻ, നേരത്തെ തന്നെ പത്മകുമാറിന്റെ നിർണായകമായ മൊഴിയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ഇതൊരു കൂട്ടുകെട്ടുണ്ട്, ഇതൊരു സംഘടിത കൊള്ളയാണ് എന്ന് കൃത്യമായി അടിവരയിട്ട് പറയുന്ന മൊഴിയുണ്ട്. പിന്നെയും ശങ്കരദാസ് ജാമ്യം തേടി നീതിപീഠത്തിന് സമീപിക്കാൻ ആ ഒരു ചങ്കൂറ്റമുണ്ടല്ലോ. എങ്ങനെ വിലയിരുത്താം ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ശങ്കരദാസിന്റെ ഹർജി പരിഗണിച്ചത്. അതായത് ഹൈക്കോടതി നടത്തിയ പരാമർശം, ആ പരാമർശം നീക്കം ചെയ്യുവാൻ വേണ്ടി സുപ്രീം കോടതി ഉത്തരവിടണമെന്നുള്ളതായിരുന്നു ശങ്കരദാസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ അതിൽ നിന്നും അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ദൈവത്തെ പോലും നിങ്ങൾ കൊള്ളയടിക്കുന്നവരല്ലേ, ദൈവത്തെ പോലും നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളൊരു പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. അതായത് ശങ്കരദാസിന് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി സൂചിപ്പിക്കുന്നത്. ശങ്കർദാസും കൂടി ഇരുന്ന ആ മീറ്റിംഗിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായത്. മിനിറ്റ്സിൽ ശങ്കർദാസിന്റെ ഒപ്പുണ്ട്. ദേവസ്വം ബോർഡ് അംഗം എന്ന നിലയിൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നേരത്തെ ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ചൂണ്ടിക്കാണിച്ച, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പത്മകുമാർ അടക്കം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്, തനിക്ക് മാത്രം ഉത്തരവാദിത്തപ്പെട്ടതല്ല, അല്ലെങ്കിൽ തനിക്ക് മാത്രം അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഹൈക്കോടതി പരാമർശം നടത്തിയിരിക്കുന്ന 27-28 പാരഗ്രാഫ് നീക്കണം എന്നുള്ളതാണ് പ്രധാനമായും ശങ്കരദാസ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. പ്രായം, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവ് അടക്കമുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ തന്നെ മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അതിന് ഹർജി നൽകാം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. മറിച്ച് ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ, ആ ഒരു ഹർജി പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി നിലപാട്. അതായത് വളരെ വ്യക്തമായി സുപ്രീം കോടതി പറഞ്ഞു വെക്കുകയാണ്, ഈ വിഷയത്തിൽ ശങ്കർദാസിനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, ശങ്കർദാസിന് ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പല ആക്ഷേപങ്ങളും മറ്റും ഉയർന്നിരുന്നു. ശങ്കർദാസിന്റെ മകൻ ഉയർന്ന IPS ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് തന്നെ ശങ്കർദാസിലേക്ക് അടക്കം അന്വേഷണം എത്തുന്നില്ല എന്നുള്ളതായിരുന്നു പരാതിയായി ഉയർന്നിരുന്നത്. ഹൈക്കോടതിയും ഇത് അത്തരമൊരു പ്രധാന നിരീക്ഷണം നടത്തിയിരുന്നു. ഉന്നതരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യവും പരാമർശവും ഒക്കെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് തനിക്കെതിരാണ്, തനിക്ക് ഹാനി ഉണ്ടാക്കുന്നതാണ് എന്നായിരുന്നു ശങ്കർദാസ് വ്യക്തമാക്കിയത്. ആ പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും കനത്ത തിരിച്ചടി ശങ്കർദാസിനുണ്ടായിരിക്കുന്നു. തീർച്ചയായും ഇത് നന്ദൻ റിപ്പോർട്ട് ചെയ്ത ആ വാക്കുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തിന്റെ സമ്പത്ത് പോലും, ദൈവത്തിന്റെ ഭഗവാന്റെ മുതൽ പോലും കട്ടെടുക്കുന്നവരല്ലേ എന്ന് ആ ഒരു സുപ്രധാനമായ ചോദ്യവും നിരീക്ഷണമുണ്ടല്ലോ. ഇത് നന്ദൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള പലർക്കുമുള്ളൊരു സന്ദേശം കൂടിയാണ് ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കേസിൽ ഉടനീളം ഈ സുപ്രീം കോടതി നടത്തിയ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം, നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ അതിപ്രധാനപ്പെട്ട നിരീക്ഷണം, ദീപാങ്കർ ദത്തയുടെ നിരീക്ഷണം, അത് ഈ കേസിൽ ഉടനീളം സ്വാഭാവികമായും വളരെ നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി എത്രമാത്രം ഈ സുപ്രീം കോടതി നിരീക്ഷണം കൂടി ഇനി കണക്കിലെടുത്തുകൊണ്ട് ഹൈക്കോടതി ഈ വിഷയത്തിൽ കൂടുതൽ ജാഗരൂകരായി ഇടപെടുമെന്നുള്ളതാണ് പ്രധാനമായും നിയമ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ബോർഡ് അംഗം എന്ന നിലയിൽ ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ള സുപ്രീം കോടതി നിരീക്ഷണം, അത് മറ്റുള്ളവർക്കും ഇതുമായി ബന്ധപ്പെട്ട് മിനിറ്റ്സിൽ ഒപ്പിട്ട മുഴുവൻ ആൾക്കാർക്കും അതിൽ ബാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നത് എന്ന് വേണം നിയമവിദഗ്ധർ. വളരെ കൃത്യമാണ്, വ്യക്തമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വന്ന ആ നിരീക്ഷണങ്ങൾ.